അശ്വതി പറയേണ്ട റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ വൺ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്സ് ഈസ് ഈക്വൽ. നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. നത്തിങ് ലൈക്ക് ദാറ്റ്. സിനാനൊക്കെ കയറിണ്ടല്ലോ ക്ലാസ്സിൽ. സിനാനെ ഇപ്പോഴാണോ ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് ചിന്ത വന്നത്? സിനാനെ ആണോ? Yes, Anandu, you are right. The change in enthalpy or enthalpy change for a reaction, whether it is taking place in single step or several steps, in both the cases, the enthalpy change is same. അതാണ് പോയിന്റ്. ഒരു റിയാക്ഷൻ ഞാൻ സ്റ്റേറ്റ്മെന്റ് ഫുൾ ആയിട്ട് എഴുതുന്നില്ല, ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു എഴുതാം. ഒരു റിയാക്ഷൻ സിംഗിൾ സ്റ്റെപ്പിൽ നടന്നാലും ശരി, മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ നടന്നാലും ശരി, ആ റിയാക്ഷന്റെ ടോട്ടൽ എൻതാൽപി ചേഞ്ച് സെയിം ആയിരിക്കും. ടോട്ടൽ എൻതാൽപി ചേഞ്ച് വിൽ ബി സെയിം ഓർ ഈക്വൽ. ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിൽ നടന്നാലും ടോട്ടൽ എൻതാൽപി ചേഞ്ച് സെയിം ആയിരിക്കും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും ശരി, പല സ്റ്റെപ്പുകളായിട്ട് നടന്നാലും ശരി, ആ റിയാക്ഷന്റെ ടോട്ടൽ എൻതാൽപി ചേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുമ്പോൾ എന്താണോ എൻതാൽപി, അതേ എൻതാൽപി ആയിരിക്കും മൾട്ടിപ്പിൾ സ്റ്റെപ്പിൽ നടന്നാലും ടോട്ടൽ എൻതാൽപി ചേഞ്ച് വിൽ ബി സെയിം. ഒരേ റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിൽ നടന്നാലും അതിന്റെ എൻതാൽപി ചേഞ്ച് സെയിം ആയിരിക്കും. The enthalpy change will be same. The enthalpy change will be same. Okay, students? Okay? Okay or not? ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും അതേ റിയാക്ഷനെ പല സ്റ്റെപ്പാക്കി നടത്തിയാലും ആ രണ്ട് കേസിലും അവിടുത്തെ ടോട്ടൽ എൻതാൽപി ചേഞ്ച് സെയിം ആയിരിക്കും. ഇത് കുറച്ചുകൂടി വൃത്തിയാക്കാൻ ലിസൺ. ഇത് എ എന്ന് പറയുന്ന പോയിന്റ്, ഇത് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഇവിടുന്ന് ഒരാൾ ബസ് കയറിയിട്ട് ബിയിൽ ഇറങ്ങാൻ നോക്കുകയാണ്. അപ്പൊ അയാൾക്ക് 100 രൂപയായി ബസ് ചാർജ്. എത്രയായി? 100 രൂപയായി. എ എന്ന് പറയുന്ന സ്റ്റേഷനിൽ കയറിയിട്ട് ബിയിലേക്ക് ഇറങ്ങാൻ 100 രൂപയായി. ഇനി അതേ ആള് ചുറ്റി വളഞ്ഞു പോവാൻ തീരുമാനിച്ചു, എന്നിട്ട് ബിയിലെത്തി. അപ്പൊ ഇത് ആദ്യത്തെ ബസ്, രണ്ടാമത്തെ ബസ്, മൂന്നാമത്തെ ബസ്, നാലാമത്തെ ബസ്, 5 ബസ്. ഒറ്റയടിക്ക് എയിൽ നിന്ന് ബിയിലേക്ക് പോകാതെ 5 ബസ്സുകളിലായിട്ട് കയറി. ഓരോ ബസ്സിലും അയാൾ കൊടുത്ത ടിക്കറ്റ് എണ്ണി നോക്കി. 20, 10, 20, 20. അയാൾ ഒരു പ്രാവശ്യം ത്രൂ ബസ് പിടിച്ചു. എ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിന്നും ബി എന്ന് പറയുന്ന സ്റ്റോപ്പിലേക്ക് ഒരൊറ്റ ബസ് പിടിച്ചപ്പോ 100 രൂപയായി. ഇതേ ആള് ഇറങ്ങിക്കേറി ചുറ്റി വളഞ്ഞു പോയി ഓരോ സ്റ്റോപ്പിലും ടിക്കറ്റുകൾ കൂട്ടി നോക്കി. അപ്പൊ എത്രയാ വരുന്നേ? ഈ ചുറ്റിപ്പോയപ്പോഴുള്ള ചെലവും എത്രയാ? ഇതിലും നല്ല ഉദാഹരണം സ്വപ്നങ്ങളിൽ മാത്രം. അല്ലേ? പൃഥ്വിരാജ് പറയുന്നത് പോലെ ഇതിലും നല്ല ഉദാഹരണം സ്വപ്നങ്ങളിൽ മാത്രം. ഒരാള് ത്രൂ ആയിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് പോയപ്പോൾ 100 രൂപയായി ബസ് ചാർജ്. ഒരു 5 സ്റ്റോപ്പിൽ ഇറങ്ങി ചുറ്റി വളഞ്ഞ് വേറെ കുറെ ബസ് കയറി പോയപ്പോൾ അപ്പോഴും എല്ലാ ടിക്കറ്റും കൂടി കൂട്ടി നോക്കുമ്പോൾ 100. അപ്പൊ ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിലായിട്ട് നടന്നാലും അതിന്റെ എൻതാൽപി ചേഞ്ച് രണ്ട് ഭാഗത്തും സെയിം ആയിരിക്കും. എത്ര പേർക്ക് കോൺസെപ്റ്റ് പിടികിട്ടി? സേ യെസ്. എത്ര പേർക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആയി? എത്ര പേർക്ക് കോൺസെപ്റ്റ് പിടികിട്ടി? യെസ്, ഓഫ് കോഴ്സ്. അദ്വൈതൊക്കെ ഉണ്ടോടാ? ഇത്ര നേരം നിന്റെ മെസ്സേജ് ഒന്നും കണ്ടില്ലേട്ടാ അദ്വൈതേ? ഓക്കെ, ഇനി പ്രോബ്ലം എഴുതാലോ. Take down the problem. Please take down the problem. Are you ready? How many of you are ready for problem?
How many of you are ready to do problem? Okay, ready? Hess's law ന്റെ പ്രോബ്ലം ചെയ്യാൻ എത്ര പേര് റെഡി? Me. Hess's law ന്റെ പ്രോബ്ലം ചെയ്യാൻ അശ്വനി റെഡി. Hess's law ന്റെ പ്രോബ്ലം ചെയ്യാൻ എത്ര പേര് റെഡി? Hess's law മനസ്സിലായി? ഒരു റിയാക്ഷൻ ഒരു സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പുകളിലായിട്ട് നടന്നാലും ആ രണ്ട് കേസസിലും എൻതാൽപി ചേഞ്ച് സെയിം ആയിരിക്കും. രണ്ട് കേസിലും എൻതാൽപി ചേഞ്ച് സെയിം ആയിരിക്കും. ഓക്കെ, യെസ്. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ടേക്ക് ഡൗൺ ദ പ്രോബ്ലം. എസ് ലോന്റെ പ്രോബ്ലം ഇതാ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. എസ് ലോന്റെ പ്രോബ്ലം ടേക്ക് ഡൗൺ. കാൽക്കുലേറ്റ് ഒപ്പം എഴുതിയ ക്വസ്റ്റ്യൻ ഇതാണ് മിക്ക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. ദ എൻതാൽപി ഓഫ് calculate the enthalpy of formation of methane. ഇതാണ് സംഭവം. methane, CH4, methane. What is this? This is methane. From the following data. കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. C+O2 gives CO2. ആ റിയാക്ഷന്റെ എൻതാൽപ്പിയുടെ വാല്യൂ -393.7 കിലോ ജൂൾസ് പെർ മോൾ. എല്ലാം കിലോ ജൂൾസ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. രണ്ടാമത്തെ ഡാറ്റ, second data, H2 plus half O2 gives H2O. Delta H is equal to -285.8 kilojoules per mole. മൂന്നാമത്തെ ഡാറ്റ, CH4 plus 2O2 gives CO2. അതിന്റെ എൻതാൽപ്പി വാല്യൂ -890.4 kilojoules per mole. ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് എഴുതിയെടുത്തു സാർ. ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് എഴുതിയെടുത്തുണ്ട് സാർ. യെസ്, ക്വസ്റ്റ്യൻ വൃത്തിയായിട്ട് എഴുതിയെടുത്തു സാർ. ഗുഡ്. തുടങ്ങാം. അപ്പൊ എന്തിന്റെ ഫോർമേഷനാ? ഫോർമേഷൻ ഓഫ് CH4 അല്ലെ? നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഈ പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യത 99.9%. ഇതിപ്പോ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ഗുണമാണ്. സാറേ, ഞാൻ ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ്സിലാണ്. ഇപ്പൊ കഴിഞ്ഞത് ഞാൻ തിരിച്ചു വിളിക്കാം സാർ. ഓക്കെ സാർ. അപ്പൊ എൻതാൽപ്പി ചേഞ്ച് നോക്കിയേ. എൻതാൽപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ഏത് റിയാക്ഷൻ നോക്കണം? ഏത്? CH4 ഉണ്ടാവുന്ന റിയാക്ഷൻ നമുക്കൊരു ധാരണ വേണം. എങ്ങനെ മീഥൈൻ ഉണ്ടാവുക? എങ്ങനെ മീഥൈൻ ഉണ്ടാവുക? ഹലോ, ഇല്ല, 10 മിനിറ്റ് കൂടിയാവും. ആ, അതിനെന്താ? നീ വിളിച്ച് പറയേ. ശരി. യെസ്, നിങ്ങൾക്ക് ഇന്ന് കണ്ടകശീനാണല്ലോ. പ്രോബ്ലം മുന്നോട്ട് പോകണല്ലോ. ഓരോരുത്തരായിട്ട് കറക്റ്റ് ഈ സമയത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ മക്കളെ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ മീഥൈന്റെ ഫോർമുല? മീഥൈന്റെ ഫോർമുല ഇതാണോ നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ? അവര് ചോദിച്ചിരിക്കുന്ന മീഥൈന്റെ ഫോർമേഷനുള്ള ഫോർമുല ഇതാണോ? ഇതാണോ എന്നാണ് ചോദ്യം. അവര് പറഞ്ഞിട്ടുള്ള ഫോർമുല ഇതാണോ എന്നാണ് ചോദ്യം. അവര് മീഥൈൻ്റെതാ ക്വസ്റ്റ്യൻ നോക്കിയേ, മീഥൈന്റെ ഫോർമേഷൻ കാണാൻ പറഞ്ഞു. മീഥൈൻ ഉണ്ടാവുന്ന റിയാക്ഷൻ, മീഥൈൻ ഈ CH4, കാർബണിന്റെ കൂടെ 4 ഹൈഡ്രജൻ ചേരുമ്പോൾ CH4 കിട്ടും. ഓക്കെ, ഇനിയാണ് കളി. എന്റെ പൊന്നു മക്കൾ ശ്രദ്ധിച്ചോ, ഇനിയാണ് കളി. എനിക്ക് റിയാക്ഷനിൽ വേണ്ടത് എന്തൊക്കെയാ? കാർബൺ വരുന്ന റിയാക്ഷൻ വേണം. കാർബൺ വരുന്ന റിയാക്ഷൻ വേണം. അപ്പൊ ഞാൻ ഒന്നാമത്തെ അവർ തന്ന റിയാക്ഷൻ കാർബൺ വരുന്ന, കാരണം എനിക്ക് അവർ ചോദിച്ച സാധനത്തിൽ കാർബൺ വരുന്നുണ്ട്. മീഥൈൻ ഉണ്ടാകുന്ന റിയാക്ഷനിൽ കാർബൺ വരുന്നുണ്ട്. കാർബൺ വരുന്നുണ്ട്. അപ്പോ കാർബൺ മാത്രം വരുന്ന റിയാക്ഷൻ എനിക്ക് വേണ്ടതാണ്. അപ്പൊ ഞാൻ ഒന്നാമത്തെ റിയാക്ഷൻ എഴുതുകയാണ്. ശ്രദ്ധിക്കുക, C+O2 gives CO2. എന്തുകൊണ്ടാണ് ഞാൻ ഇത് എഴുതിയത്? എനിക്ക് വേണ്ടപ്പെട്ട റിയാക്ഷനിൽ, എനിക്ക് വേണ്ട റിയാക്ഷനിൽ C വരണം. അതുകൊണ്ട് C ഉള്ള റിയാക്ഷനെ എനിക്ക് മിത്രമായിട്ട് കണക്കാക്കാൻ പോവാണ്. സോ ഇക്വേഷൻ 1 എടുത്തു. തന്നിട്ടുള്ള രണ്ടാമത്തെ ഇക്വേഷനിൽ ഒരു H2 ആണുള്ളത്. പക്ഷെ എനിക്ക് വേണ്ട ഇക്വേഷനിൽ 2 H2 ആണ്. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? അവര് ക്വസ്റ്റ്യനിൽ തന്ന ഹിന്റില് ഒരു H2 ആണുള്ളത്, പക്ഷെ എനിക്ക് വേണ്ടത് 2 H2 ആണ്. സേസ് ഓർ നോ? അവര് തന്ന ഇൻപുട്ടില് ഒരു H2 ഉള്ളത്, പക്ഷെ എനിക്ക് വേണ്ട മീഥൈന്റെ റിയാക്ഷനിൽ 2 H2 ആണ്. ഹൗ മെനി ഓഫ് യു അഗ്രി വിത്ത് മീ? അവര് തന്ന റിയാക്ഷനിൽ ഒരു H2 ആണ്, നമുക്ക് വേണ്ടത് 2 H2 ആണ്. അവര് തന്ന ഹിന്റിൽ ഒരു H2 ഉള്ളൂ, 1 H2. പക്ഷെ എനിക്ക് വേണ്ട റിയാക്ഷൻ ഇവിടെ എഴുതിയത് 2 H2 ആണ്. സോ മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അവര് തന്ന സെക്കൻഡ് ഇക്വേഷനെ നമ്മുടെ സെക്കൻഡ് ഇക്വേഷനിലെ അതിനെ മൊത്തമായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നെന്ന് പറഞ്ഞേ? ഈ H2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതൊരു നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് ഇക്വേഷൻ 2നെ നമ്മൾ മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ H2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2H2 പ്ലസ് ഹാഫ് O2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് O2 എന്ന് പറയുന്ന സ്ഥലത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആയി പോകും, ബാക്കി O2 gives. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ we will get 2H2. ആ സെക്കൻഡ് ഇക്വേഷനെ കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് 2H2 പോകും. ഈ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് നാലാമത്തെ ഇക്വേഷൻ കൊടുക്കാം. എന്തുകൊണ്ടാണ് സാർ നാലാമത്തെ ഇക്വേഷൻ കൊടുത്തത്? കാരണം 1, 2, 3 അവര് തന്നിട്ടുണ്ട്. നാലാമത്തെ ഇക്വേഷൻ ഞാൻ ഉണ്ടാക്കിയതാ. കാരണം എനിക്ക് 2H2 വേണമെന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു.
എനിക്ക് 2H2 വേണമെന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്നുള്ളതാണ് സത്യം. യു ഗോട്ട് ഇറ്റ്? അപ്പൊ ഞാൻ ഉണ്ടാക്കിയ പുതിയ ആൾട്ടർ ചെയ്ത ഇക്വേഷൻ ആയതുകൊണ്ട് അതിന് ഇക്വേഷൻ 4 കൊടുത്തു. ഇതും എനിക്ക് പ്രിയപ്പെട്ടതാണ്, കാരണം എനിക്ക് വേണ്ട ഇക്വേഷനിൽ 2H2 ഉണ്ട്. എനിക്ക് വേണ്ട ഇക്വേഷനിൽ 2H2 ഉണ്ട്. അപ്പൊ ഇക്വേഷൻ 1ഉം എനിക്ക് ആവശ്യമുണ്ട്, ഇക്വേഷൻ 4ഉം എനിക്ക് ആവശ്യമുണ്ട്. കാരണം എനിക്ക് വേണ്ട രണ്ട് സാധനങ്ങൾ ഈ രണ്ട് ഇക്വേഷനിലായിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ അല്ല. രണ്ടാമത്തെ ഇക്വേഷനെ പൂർണ്ണമായിട്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അത് ഞാൻ എന്റെ സൗകര്യത്തിന് ചെയ്തതാണ്. എനിക്ക് വേണ്ട റിയാക്ഷനിൽ 2H2 വേണം, തന്ന റിയാക്ഷനിൽ H2 ഉള്ളൂ, അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എനിക്ക് ആവശ്യമില്ലാത്ത എന്റെ എല്ലാമായി CU ആയി 2H2 അല്ല, CU ഉണ്ട്, 2H2 ഉണ്ട്. ഇനി ആവശ്യമില്ലാതെ നമുക്ക് തന്ന ഒരു സാധനമാണ് ഈ സാധനം. ഇത് നമുക്ക് ആവശ്യമേ ഇല്ല. CH4 പ്ലസ് 2O2 ആണ്, gives CO2. ഈ ആവശ്യമില്ല, ഈ റിയാക്ഷൻ ശരിക്കും എനിക്ക് ആവശ്യമില്ല. ഈ റിയാക്ഷൻ കാരണം എനിക്ക് വേണ്ട സിയും എനിക്ക് വേണ്ട 2H2ഉം ഞാൻ ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 4 എന്നും ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 4 എന്നും കൂടി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. എനിക്ക് വേണ്ട രണ്ട് സാധനങ്ങളെ ഞാൻ ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 4 എന്നും എടുത്തു. ഇനി ഈ സാധനം എനിക്ക് ആവശ്യമില്ല. സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് ദാറ്റ് വേണ്ട റിയാക്ഷനെ കൂട്ടി ഒന്നാമത്തെ ഇക്വേഷനും നാലാമത്തെ ഇക്വേഷനും കൂടി ആഡ് ചെയ്തു. വേണ്ടാത്ത, എനിക്ക് ആവശ്യമില്ലാത്ത മൂന്നാമത്തെ ഇക്വേഷനെ മൈനസ് ചെയ്തു. എനിക്ക് വേണ്ട ആളുകളെ ആഡ് ചെയ്തു, വേണ്ടാത്ത ആളെ മൈനസ് ചെയ്തു. ഹൗ ഈസ് ദിസ്? പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ റിയാക്ഷനെ നമ്മൾ മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇത് കിട്ടിയത്. അപ്പൊ ആ നമ്പർ കണ്ടോ, ഇതാ നോക്കിയേ, -285.8. ഇതിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? Can anyone tell me? -285.8 into 2. കാരണം ഈ റിയാക്ഷനെ മൊത്തമായിട്ട് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തില്ലേ? അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ്? Can anyone post the answer? എന്തുവാടേ, ഇത്രയും സിമ്പിൾ കാര്യല്ലേ. ഈ റിയാക്ഷനെ മൊത്തം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇവിടെ ഈ സാധനത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ വാല്യൂവിനെ എന്താൽപ്പിടെ -285.8 into 2. കഷ്ടടാ കഷ്ടം. എത്രയാണ്? എവിടെ? -571.16. -571.16 അല്ലേ? അപ്പൊ ഇവിടുത്തെ വാല്യൂ -571.16 കിലോ ജൂൾസ് പെർ. ഒന്നാമത്തെ വാല്യൂ എന്തായിരുന്നു? ഒന്നാമത്തെ റിയാക്ഷന്റെ വാല്യൂ എത്രയായിരുന്നു? -393.7. ഒന്നാമത്തെ വാല്യൂ -393.7. മൂന്നാമത്തെ വാല്യൂ എത്രയാണ്? -890.4. മൂന്നാമത്തെ വാല്യൂ -890.4. അപ്പൊ ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യുന്നത് ആർക്ക് പറയാൻ പറ്റും? ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യുന്നത്? ഒന്നാമത്തെയും നാലാമത്തെയും എനിക്ക് വേണ്ടതാ, മൂന്നാമത്തെ എനിക്ക് വേണ്ട. സേസോർനോ, സേസോർനോ. 1ഉം 4ഉം എനിക്ക് വേണ്ടത്, 3 എനിക്ക് വേണ്ട. സേസ് ഓർനോ. 1ഉം 4ഉം എനിക്ക് വേണ്ടത്, മൂന്നാമത്തെ എനിക്ക് വേണ്ട. യെസ്. അപ്പൊ നമുക്ക് ടോട്ടൽ എന്താൽപ്പി കാണാൻ സിമ്പിൾ ആട്ടോ. ഒന്നാമത്തെ വാല്യൂ എത്രയാണ് നോക്കിയേ? -393.7. -393.7 പ്ലസ് 4. നാലാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നാലാമത്തെ ഇക്വേഷൻ. വാല്യൂ ഈസ് -571.16. പിന്നെ ഇടയിൽ മൈനസ് ഉണ്ട്. മൈനസ് കഴിഞ്ഞാൽ എപ്പോഴും ബ്രാക്കറ്റിൽ ഇടണം. മൂന്നാമത്തെ വാല്യൂ, മൂന്നാമത്തെ ഇക്വേഷന്റെ വാല്യൂ -890.4. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ്, ഇത് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, ഇത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 890.4. അപ്പൊ എത്ര കിട്ടും? What is the final answer? Can anyone say? Can anyone say? ഇതിന്റെ കൂടി കൂട്ടാലോ അല്ലേ? 6 7 1 8 3 1 4
9 16 കയറി ബാക്കി 1 6 3 9 മൈനസ് 964 പ്ലസ് 890.5 എത്ര? വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ? വാട്ട് ഈസ് ദ ഫൈനൽ ആൻസർ? കറക്റ്റ് ആയിട്ട് പറയും. ഇത് രണ്ടും ഡിഫറൻറ്റ് ചിഹ്നമാണ്, മൈനസും പ്ലസും. അപ്പൊ മൈനസ് ചെയ്യണം നമ്മൾ. വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? വാട്ട് ഈസ് ദ എക്സാക്ട് ആൻസർ? Can anyone say? ഞാൻ ഇത് നോക്കി വായിക്കണം. What is the final answer? ഒരു ചെറിയ പ്രശ്നം. ഒന്നാമത്തെ റിയാക്ഷൻ ശരിക്കും ക്വസ്റ്റ്യനില് +393 ആണ്. പക്ഷെ ഇനി നമ്മളത് മാറ്റണമെന്നില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നെ മാറ്റാൻ പറ്റുമെങ്കിൽ ചെയ്തോ. ഞാൻ തന്നപ്പോ തെറ്റിയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ +393 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഡാറ്റ ഞാൻ പറഞ്ഞു വന്നപ്പോ മാറിപ്പോയതാണ്. +393 ആണ്. അപ്പൊ ഇത് പ്ലസ് ആവും. അപ്പൊ എത്രയാണ് ആൻസർ എന്ന് നോക്കിയേ. ഒന്നാമത്തെ വാല്യൂ +393 ആണ്. അപ്പൊ എത്ര കിട്ടും ഫൈനൽ ആൻസർ? ഒന്നാമത്തെ ഇൻപുട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡാറ്റ ഒന്നാമത്തെ what is the answer? 712.5 kilojoules per mole. Very correct. ഇത് രണ്ടും പ്ലസ് ആണ്. ഇതിനെ നമുക്കൊന്ന് കൂട്ടാം. 7 4 11 ബാക്കി 1 3 1 4 9 18 ബാക്കി 1 9 3 12 1284 571.16 മൈനസ് ചെയ്യുമ്പോൾ the final answer is 712.9. the answer is 0.5 ആണോ 0.9 ആണോ? 712.5 kilojoules per mole അല്ലേ? Now tell me, SS ലോന്റെ പ്രോബ്ലം വല്ല ബുദ്ധിമുട്ടുണ്ടോ? കുറെ പേര് പറഞ്ഞു SS ലോ ബുദ്ധിമുട്ടാണ് സാർ. Is there any problem with you? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇന്നിപ്പോ 2 കൈവച്ച പ്രോബ്ലം നമ്മൾ കിണ്ണം കാഴ്ച പോലെ പഠിച്ചു. നാളെ 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? മനസ്സിന് ഭയങ്കര റിലീഫ് തോന്നുന്നുണ്ടോ? നാളെ റിഡോക്സ്, ശനിയാഴ്ച രാവിലെ കംപ്ലീറ്റ് ഓർഗാനിക്, ഞായറാഴ്ച ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ ക്ലാസ്. കാരണം സൺഡേയിലേക്ക് റിസ്ക് എടുക്കാൻ വയ്യ. സന്ദീപ് വളരെ ഹാപ്പിയായി. അപ്പൊ സന്ദീപ് ഇത് കഴിഞ്ഞ വർഷം പഠിക്കാതെ പോയായിരുന്നോ സന്ദീപേ? ലാറ്റിസ് എൻതാൽപ്പിയൊക്കെ നല്ല സിമ്പിൾ ആണ്. നമുക്ക് കുറച്ച് സംഭവങ്ങൾ ടൈപ്പ് ഓഫ് ലാറ്റിസ്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇതെന്തിനു ചോദിക്കാനുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അതായത് തിയറി പാർട്ടിൽ ചോദിക്കേണ്ടത് ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, 0th ലോ ഒക്കെ ചോദിക്കാറുണ്ട് തെർമോഡൈനാമിക്സ്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്, സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ്. പിന്നെ ടൈപ്സ് ഓഫ് ലാറ്റിസ് എൻതാൽപ്പി, അതായത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. എന്താണെന്നുള്ളത് അത് സിമ്പിൾ ആണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ, എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ, ഈ സാധനത്തിന്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ്, ജസ്റ്റ് ഡെഫിനിഷൻ. പിന്നെ ഇതൊന്ന് ചോദിക്കുന്നത് എന്താണ് സ്റ്റേറ്റ് വേരിയബിൾസ് അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് ഫങ്ഷൻസ്. വാട്ട് ഡു യു മീൻ ബൈ സ്റ്റേറ്റ് ഫങ്ഷൻസ് ഓർ സ്റ്റേറ്റ് വേരിയബിൾസ്? എന്താണ് സ്റ്റേറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾസ്? ഇത് എൻട്രൻസിലുണ്ട്. അനന്തു എൻട്രൻസിന് റിലേറ്റഡ് ആണ് ഫിസിക്സും കെമിസ്ട്രി. നിങ്ങൾ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ? യെസ്. ഇനി ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറെ സാധനമാണ് ടൈപ്സ് ഓഫ് സിസ്റ്റം. ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഓപ്പൺ സിസ്റ്റം,
closed system, isolated system with examples, state functions with examples. ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻസ്. സാർ എഴുതിയതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻസ്. പിന്നെ സ്പോണ്ടേനിറ്റി നമുക്കറിയാം. ഗിബ്സ് ഇക്വേഷൻ എന്താ? ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ എന്താ? ഞാൻ എഴുതി തന്നായിരുന്നു. ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ ഇതല്ലേ? ഡെൽറ്റ ജി is equal to ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. Say yes or no? ഇതല്ലേ ഗിബ്സ് ഇക്വേഷൻ? Say yes or no? Say yes or no? ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇനി എഴുതാൻ നിൽക്കണ്ട. ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ദിസ് ഈസ് കോൾഡ് ആസ് ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ. ഇതെന്താണ് ഗുണം എന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും. ഗിബ്സ് ഹെൽമോൾട്ട്സ് ഇക്വേഷൻ ആൻഡ് സ്പോണ്ടേനിറ്റി. അല്ലെങ്കിൽ ഫ്രീ എനർജി ചേഞ്ച് ആൻഡ് സ്പോണ്ടേനിറ്റി എന്ന് പഠിച്ചാലും മതി. ഡെൽറ്റ ജിയും ആൻഡ് സ്പോണ്ടേനിറ്റി, ഫ്രീ എനർജി ചേഞ്ചും സ്പോണ്ടേനിറ്റിയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. ഡെൽറ്റ ജി സീറോ നെഗറ്റീവ് ആണെങ്കിൽ ദ റിയാക്ഷൻ ഈസ് സ്പോണ്ടേനിയസ്. ദ റിയാക്ഷൻ ഇത് ചോദിക്കുന്നുണ്ടോ സിഗ്നിഫിക്കൻസ്? ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ, ഡെൽറ്റ ജി സീറോ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ദ റിയാക്ഷൻ ഈസ് നോൺ സ്പോണ്ടേനിയസ്. If delta G is equal to 0, എന്തായിരിക്കും? Can anyone say? Delta G 0 ആണെങ്കിൽ എന്തായിരിക്കും? Any answer? Delta G 0 gives free energy. ഇതിനെ പറയുന്ന പേര് ഫ്രീ എനർജി ചേഞ്ച് എന്നാണ്. ഫ്രീ എനർജിയും സ്പോണ്ടേനിറ്റിയും നമ്മൾ ഇക്വിലിബ്രിയം. വെരി ഗുഡ്. ഇക്വിലിബ്രിയം. എന്താണ് ഗിബ്സ് ഫ്രീ എനർജി എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് ഗിബ്സ് ഫ്രീ എനർജി? ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് മുതലാക്കാവുന്ന മാക്സിമം യൂസ്ഫുൾ വർക്ക്, ദ മാക്സിമം എമൗണ്ട് ഓഫ് യൂസ്ഫുൾ വർക്ക് ദാറ്റ് യു ക്യാൻ അവൈൽ ഫ്രം എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം യൂസ്ഫുൾ വർക്കിനെയാണ് ഫ്രീ എനർജി എന്ന് പറയുക. ഒരു സിസ്റ്റത്തിൽ നിന്ന് ഫ്രീ എനർജി, വാട്ട് ഈസ് ജി? ജി മീൻസ് ഫ്രീ എനർജി. എന്താ ഫ്രീ എനർജി? ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന മാക്സിമം യൂസ്ഫുൾ വർക്ക്. എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള മാക്സിമം യൂസ്ഫുൾ വർക്ക്, ഒരു സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാവുന്ന മാക്സിമം യൂസ്ഫുൾ വർക്ക്, അതാണ് ഗിബ്സ് ഫ്രീ എനർജി. യു ഗോട്ട് ഇറ്റ്? യു ഗോട്ട് ഇറ്റ് ഓർ നോട്ട്? ഹലോ, യു ഗോട്ട് ഇറ്റ് ഓർ നോട്ട്? യെസ്. പിന്നെ സമയം ഉണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നോട്ട് പഴയ പേപ്പറുകാരന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് സാറ് ഏറ്റവും സിമ്പിൾ ആയിട്ടും ഏറ്റവും ലളിതമായിട്ടുമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബോർഡ് എക്സാമിന് നിങ്ങൾ മുമ്പ് സാർ പറഞ്ഞു തന്നത്. ബോൺ ഹേബർ സൈക്കിൾ അത് ആ ടെക്സ്റ്റിലുള്ള NaCl മാത്രമേ ചോദിക്കുള്ളൂ. NaCl മാത്രമേ ചോദിക്കുള്ളൂ. സോ സിമ്പിൾ. നിങ്ങൾ പഴയ പുസ്തകം, +1 പുസ്തകം പഴയ പേപ്പറുകാരന് കൊടുത്തിട്ടില്ലെങ്കിൽ NaCl ഉപയോഗിച്ചുള്ള ബോൺ ഹേബർ സൈക്കിൾ സാറ് വളരെ സിമ്പിൾ ആയിട്ടും സ്പെസിഫിക് ആയിട്ടും പറഞ്ഞിട്ട് അതും നോക്കുക. ഇത്രയൊക്കെ നോക്കിയാൽ തന്നെ തെർമോഡൈനാമിക്സ് പിന്നെ ആ വഴിക്ക് തിരിയണ്ട. ഞാൻ ഈ അവസാനം പറഞ്ഞതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്, വിത്തൗട്ട് ന്യൂമറിക്കൽസ്. എന്താണ് എൻട്രോപ്പി? എന്താണ് എൻട്രോപ്പി? മാക്സിമം ഡിസോർഡർ. ഒരു സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം ഡിസോർഡർ അല്ലെങ്കിൽ റാൻഡംനെസ്സിനെയാണ് വാട്ട് വി കോൾ ആസ് എൻട്രോപ്പി. അറിയാമല്ലോ എൻട്രോപ്പി. എസ് ആണ് എൻട്രോപ്പി. എസ് എന്ന് പറയുന്ന സാധനമാണ് എൻട്രോപ്പി. ഒരു സിസ്റ്റത്തിന്റെ മാക്സിമം ഡിസോർഡർനെസ്, റാൻഡംനെസ് ഓർ ഡിസോർഡർനെസ്, ദ മെഷർ ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർനെസ്. ദ മെഷർ ഓഫ് റാൻഡംനെസ് ഓർ ഡിസോർഡർനെസ്, അതിനെയാണ് എൻട്രോപ്പി എന്ന് പറയുന്നത്. ഇത് അറിയാലോ അല്ലെ? അറിയാലോ അല്ലെ? അനന്ത്, നീ നോട്ട് നോക്ക്. മനസ്സിലായിട്ടില്ലെങ്കിൽ നാളെ റിഡോക്സിന്റെ കൂടെ പറഞ്ഞുതരാം. ഓക്കെ അനന്തു? കഴിഞ്ഞ കൊല്ലം നീ ഇല്ലേ ബോൺ ഹേബർ സൈക്കിൾ ഞാൻ സാറ് പഠിപ്പിക്കുമ്പോ? അതാണ് പ്രശ്നം. സാരില്ല കേട്ടോ. നാളെ റിഡോക്സ് കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. നാളെ റിഡോക്സ് കഴിയുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിച്ചേക്ക്. ഞാൻ സമയം ഉണ്ടെങ്കിൽ നാളെ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ അന്നത്തെ റിവിഷൻ ക്ലാസ് സുഖമായിട്ട് ലീവ് എടുത്തിരുന്നുണ്ടാവും അല്ലേ?
ഹെസസ് ലോ ആണോ ബോൺ ഹേബർ സൈക്കിൾ ആണോ എന്ന് ചോദ്യം വരുമ്പോ ഓട്ടോമാറ്റിക്കലി ഹെസസ് ലോ ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് പ്രയോറിറ്റിയാണ് ബോൺ ഹേബർ സൈക്കിളിന് പോവുക. അതുകൊണ്ടാണ് ഞാൻ അത് കൈവയ്ക്കാഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും നാളെ റിഡോക്സ് ബാലൻസ് ചെയ്ത ശേഷം സമയം ഉണ്ടെങ്കിൽ നമുക്ക് ബോൺ ഹേബർ സൈക്കിൾ അവസാനത്തെ ഒരു 10 മിനിറ്റ് സ്പീഡിൽ ഓടിച്ചേരാം. ഓക്കെ ഓക്കെ യെസ്. ഇപ്പൊ തെർമോഡൈനാമിക്സ് ഇന്ന് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് കയറുന്ന മുമ്പും ഇപ്പോഴും തെർമോഡൈനാമിക്സിലുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വ്യത്യാസം വന്നോ? ഈ ക്ലാസ്സിൽ നിങ്ങൾ കയറുന്നതിന് മുന്നേയും ഇപ്പോഴും ഉള്ള നിങ്ങളുടെ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ മുകളിലുള്ള കോൺഫിഡൻസ് ലെവലിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അശ്വതി നോട്ട് ഉണ്ടെങ്കിൽ അനന്തുവിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്ക് കേട്ടാ. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അടിപൊളിയായിട്ട് സാർ എടുത്തത്. ഒരു പീരീഡ് മുഴുവൻ ബോൺ ഹേബർ സൈക്കിൾ സിമ്പിൾ ആക്കാനായിരുന്നു കേട്ടോ. അത് ഷെയർ ചെയ്താ മക്കളെ കേട്ടാ. ഇവരുടെ കയ്യിലൊക്കെ ഉണ്ട്. കഴിഞ്ഞ പോലെ സന്ദീപ് ആ ക്ലാസ് മിസ്സാക്കിയിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് പറയുന്നത്. സാറ് വളരെ വൃത്തിയായിട്ട് ഈസി ആയിട്ടും ബോൺ ഹേബർ സൈക്കിൾ അടിപൊളിയാക്കി കൊടുത്തിട്ട് ഹെസസ് ലോന്റെ ഒരു വേറെ അഡ്വാൻസ്ഡ് വേർഷൻ. ഒരു സ്റ്റെപ്പിൽ നടന്നാലും പല സ്റ്റെപ്പിൽ നടന്നാലും ഈക്വൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവസാനം പ്രൂവ് ചെയ്യണം. NaCl അതിൽ ഇവോ വേപ്പറൈസേഷൻ വരും, സബ്ലിമേഷൻ വരും, അയോണൈസേഷൻ വരും, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി വരും. എല്ലാം കൂടി കൂട്ടി അവസാനം എഴുതുന്നു. സിമ്പിൾ സാധനമാണ്. അതിന് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. ഹെസസ് ലോ പോലെ തലവേദന പിടിച്ച പ്രോബ്ലം ഒന്നല്ല. ബോൺ ഹേബർ സൈക്കിൾ ഈസ് വെരി സിമ്പിൾ. അപ്പൊ ഇപ്പൊ എനിക്ക് റിപ്ലൈ തന്നവർക്ക് മാത്രമാണ് തെർമോഡൈനാമിക്സിൽ ഇന്നത്തെ ക്ലാസ് കൊണ്ട് എന്തെങ്കിലും വ്യത്യാസം വന്നിരിക്കണം. ബാക്കിയുള്ളവർക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല അല്ലെ? ഇന്നത്തെ ക്ലാസ് വെറുതെ വേസ്റ്റ് ചെയ്യില്ലേ? അപ്പൊ അങ്ങനെയാണ് ഞാൻ അതിനനുസരിച്ച് എടുക്കാം അല്ലെ? ബാക്കി അറ്റൻഡ് ചെയ്തവർക്കൊന്നും തെർമോഡൈനാമിക്സിൽ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നിങ്ങളുടെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ നോളജ് ഒരു വ്യത്യാസവും വന്നിട്ടില്ല തെർമോഡൈനാമിക്സിൽ. അൽജോ പറയുന്നുണ്ട്, അശ്വതി പറയുന്നുണ്ട് ക്ലിയർ. സൂര്യനാഥ് പറഞ്ഞു ക്ലിയർ. ഓക്കെ ഗുഡ്. അപ്പൊ ബാക്കിയുള്ളവര് വീഡിയോ ഓഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ടായിരിക്കും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അവർക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നന്നായിട്ട് പഠിക്ക്, മിസ് ചെയ്ത് കളയണ്ട. സം ബേസിക് കോൺസെപ്റ്റ്സ് ബോണ്ടിങ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ എടുക്കുന്നത്. സ്ട്രക്ചർ ഓഫ് ആറ്റും പീരിയോഡിക് ടേബിൾ കഴിഞ്ഞ പ്രാവശ്യം തൊണ്ടകീരി പറഞ്ഞതാണ് ഞാൻ എടുത്തത്. സ്ട്രക്ചർ ഓഫ് ആറ്റം റിവിഷൻ ലാസ്റ്റ് എക്സാം സമയത്ത് ഈ കൈ വെക്കാത്ത ചാപ്റ്റേഴ്സാണ് ഞാനിപ്പോ കൈവെക്കുന്നത്. അതിലും ഈ ബോൺ ഹേബർ സൈക്കിളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം SS ലോ പറഞ്ഞിട്ടില്ല. ബോൺ ഹേബർ സൈക്കിളെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നത് കഴിഞ്ഞ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ. അതുകൊണ്ട് ഞാനിപ്പോൾ SS ലോ ആക്കിയത്. ഇതിൽ കംപ്ലീറ്റ് റെക്കോർഡിംഗും ഉണ്ട്. അതിന്റെ സിസ്റ്റത്തിലുണ്ട്. ഓക്കെ, ഞാൻ നോക്കട്ടെ അത് ട്രേസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്യാം. ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ കാണാം. റിഡോക്സ് വി ക്യാൻ സീ ടുമോറോ വിത്ത് റിഡോക്സ് റിയാക്ഷൻസ് ബാലൻസിങ്. ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്. നല്ല ക്ഷീണം കേട്ടാ. രാവിലെ എല്ലാ പണിയും കഴിഞ്ഞ് രാത്രി വന്ന് ഇമ്പ്രൂവ്മെന്റ് എടുക്കുമ്പോഴേക്കും നമ്മുടെ പരിപാടി തീരുന്നുണ്ട്. ഓക്കെ ബൈ 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 ഗുഡ് നൈറ്റ്. ആരൊക്കെ ഉറങ്ങി നോക്കാനാ? ഉറങ്ങണവര് പെട്ടെന്ന് ലോഗ് ഔട്ട് ചെയ്ത് പോവില്ലല്ലോ.